ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇതുവരെ നമ്മൾ 49 ദശകങ്ങൾ പഠിച്ച് ഉണ്ണിക്കണ്ണൻ്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചു കഴിഞ്ഞു. ഇന്ന് നമുക്ക് പുതിയ ദശകം പഠിക്കാം. ദശകം 50 വത്സാസുരവധവും ബകാസുരവധവും. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് 2 അസുരന്മാരുടെ വധത്തെക്കുറിച്ച് വർണ്ണിക്കുന്നതാണ്. വത്സാസുരൻ, ബകാസുരൻ. വത്സാസുരൻ കംസഭൃത്യനും ബകാസുരൻ പൂതനയുടെ സഹോദരനുമാണ്. പുഷ്പങ്ങളിൽ നിന്ന് തേനുണ്ണുന്ന വണ്ടുകൾ നിറഞ്ഞതും മനോഹരമായ ആ വൃന്ദാവനികയിൽ ഗോപബാലന്മാരോടും ബലരാമനോടും ഒന്നിച്ച് കുഴൽ, വേണു, ചൂരൽ തുടങ്ങിയവയും ധരിച്ച് കണ്ണിന് ഉത്സവം നൽകുന്ന ശരീരകാന്തിയോടുകൂടി ഭഗവാൻ പശുക്കളെ മേച്ചു നടന്നു. ലോകങ്ങളെല്ലാം പരിപാലിക്കുന്നതും ലക്ഷ്മീദേവിയുടെ കരലാളനമേൽക്കുന്നതുമായ ഭഗവാന്റെ പാദങ്ങൾ വൃന്ദാവന ഭൂമിയിൽ പതിച്ചപ്പോൾ അവിടെയുണ്ടായിരുന്ന വൃക്ഷങ്ങൾ, ലതകൾ, ജലം, ഭൂപ്രദേശങ്ങൾ, പർവ്വതങ്ങൾ, വിളഭൂമികൾ എല്ലാം തന്നെ സമ്പൽ സമൃദ്ധങ്ങളായിത്തീർന്നു. പശുക്കുട്ടികളോട് വളരെ ഇഷ്ടമുള്ള ഭഗവാൻ ഒരു ദിവസം അവയെ പരിപാലിക്കുന്ന ഭഗവാൻ കംസഭൃത്യനായ ഒരു ദൈത്യൻ പശുക്കുട്ടിയുടെ രൂപത്തിൽ കടന്നുകൂടിയത് തിരിച്ചറിഞ്ഞു. അവൻ്റെ അസാധാരണമായ നോട്ടവും ചലനങ്ങളും കണ്ട് ആളാരാണെന്നറിഞ്ഞ ഭഗവാൻ വാല് ചേർത്ത് പിൻകാലിൽ കടന്നു പിടിച്ച് അവനെ പലവട്ടം ചുഴറ്റി ഒരു ആൽവൃക്ഷത്തിലേക്ക് ആഞ്ഞെറിഞ്ഞു. ദുഷ്ടനായ ആ വത്സാസുരൻ വൃക്ഷങ്ങളെ തകർത്തുകൊണ്ട് വനത്തിനു പോലും നാശം വരുത്തി വെച്ചുകൊണ്ടാണ് നിലം പൊത്തിയത്. ദുഷ്ടനായ ആ അസുരന്റെ നാശത്തിൽ സന്തുഷ്ടരായ ദേവന്മാർ കൂട്ടം കൂടി ഭഗവാന്റെ ശിരസിൽ പുഷ്പവൃഷ്ടി ചൊരിഞ്ഞു. അപ്പോൾ അവിടെയുണ്ടായിരുന്ന ഗോപന്മാർ അതിശയത്തോടെ ചോദിച്ചു, എവിടെ നിന്നാണ് ഈ പൂക്കൾ? കൃഷ്ണനാകട്ടെ സത്യം പറയാതെ അസുരനെ മേൽപോട്ടെറിഞ്ഞപ്പോൾ പൂമരങ്ങളിൽ തട്ടി താഴേക്ക് പൊഴിഞ്ഞതാകാം എന്നാണ് പറഞ്ഞത്. ഒരിക്കൽ ചൂടേറിയ സമയത്ത് യമുനയിൽ ചെന്ന് വെള്ളം കുടിക്കാൻ ശ്രീകൃഷ്ണനും ഗോപകുമാരന്മാരും തുനിഞ്ഞപ്പോൾ പണ്ട് പർവ്വതങ്ങളുടെ ചിറക് മുറിച്ചപ്പോൾ വിട്ടുപോയ ഏതോ ഒരു വലിയ പർവ്വതമാണെന്ന് തോന്നിക്കുന്ന ഒരു വലിയ കൊക്ക് ചിറക് വിരിച്ചു പറന്ന് അവരുടെ അടുക്കലേക്ക് വന്നു. ബകാസുരനായിരുന്നു അത്. ഗോപകുമാരന്മാർ എല്ലാവരും യമുനയിലിറങ്ങി വെള്ളം കുടിക്കുന്ന അവസരത്തിൽ ബകാസുരൻ പാഞ്ഞെത്തി ഭഗവാനെ വിഴുങ്ങുകയും അഗ്നിസമനായ അദ്ദേഹത്തെ ഛർദ്ദിക്കുകയും ചെയ്തതിന് ശേഷം ഭഗവാനെ കൊക്കുകൊണ്ട് കീറി കൊല്ലാൻ ശ്രമിച്ചു. ഭഗവാനാവട്ടെ 2 കൈകൊണ്ടും അവൻ്റെ കൊക്കുകൾ പിടിച്ചകത്തി അവനെ പിളർന്നു. ദുഷ്ടനിഗ്രഹത്തിൽ പ്രസിദ്ധനായ അദ്ദേഹത്തിനുണ്ടോ ഏതെങ്കിലും പരാജയം വരുന്നു? ബകാസുരൻ പൂതനയുടെ സഹോദരനാണല്ലോ. മരിച്ച അവളെ കാണാനോ അതോ മരിക്കാൻ പോകുന്ന അനുജനെ സ്വീകരിക്കാനാണോ? എന്തായാലും ബകാസുരൻ യമലോകം പൂകിയ സന്തോഷത്താൽ ദേവകൾ പുഷ്പവൃഷ്ടി ചൊരിഞ്ഞു. ഭഗവാൻ സ്വഗൃഹത്തിലേക്ക് പോവുകയും ചെയ്തു. ഗൃഹത്തിലേക്ക് വരുമ്പോൾ ദൂരെ വെച്ച് തന്നെ ഭഗവാൻ ഓടക്കുഴലൂതും. ഓടക്കുഴലിൻ്റെ മധുരമായ നാദത്തിൽ ഗോപവനിതമാർ എല്ലാം മറന്ന് ഭഗവാന്റെ അടുക്കലേക്ക് ഓടിയണയുന്നു. ഈ ദശകം ഇവിടെ അവസാനിക്കുന്നു. നമുക്ക് ഈ ദശകത്തിലെ 1ഉം 2ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമന്നാരായണീയം ദശകം 50 വത്സാസുരവധവും ബകാസുരവധവും. ശ്ലോകം 1. തരളമധുകൃദ്വൃന്ദേ വൃന്ദാവനേഥ മനോഹരേ പശുപശിശുഭിः സാകം വത്സാനുപാലനലോലുപ.
ഹലധര സഖോ ദേവ ശ്രീമൻ വിജേരിധാരയൻ ഗവലമുരളീവേത്രം നേത്രാഭിരാമതനുദ്യുതി. നമുക്ക് ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാനും അതിൻ്റെ അർത്ഥവും നോക്കാം. തരള മധുകൃത് വൃന്ദേ വൃന്ദാവനേഥ മനോഹരേ പശുപ ശിശുഭി സാകം വത്സാനുപാലനലോലുപ ഹലധര സഖോ ദേവ ശ്രീമൻ വിജേരിഥ ധാരയൻ ഗവലമുരളീവേത്രം നേത്രാഭിരാമ തനുദ്യുതി. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. തരള മധുകൃത് വൃന്ദേ, ഇളകുന്ന വണ്ടിൻ കൂട്ടത്തോടു കൂടിയതും, വൃന്ദാവനെ, വൃന്ദാവനത്തിൽ, അഥ പിന്നീട്, മനോഹരേ, മനോഹരവുമായ, പശുപ ശിശുഭി സാകം, ഗോപകുമാരന്മാരോടൊന്നിച്ച്, വത്സാനുപാലന ലോലുപ, പശുക്കുട്ടികളെ പാലിക്കുന്നതിൽ തൽപരൻ, ഹലധര സഖ, ബലരാമനൊന്നിച്ച്, ദേവ, ദേവ, ശ്രീമൻ, ശ്രീയോടുകൂടിയ, വിജേരിഥ, സഞ്ചരിച്ചു, ധാരയൻ, ധരിച്ചുകൊണ്ട്, ഗവലമുരളീവേത്രം, കൊമ്പ്, വേണു, ചൂരൽ എന്നിവ, നേത്രാഭിരാമ തനുദ്യുതി, കണ്ണുകൾ കൊണ്ട് ആകർഷകമായ ശരീരകാന്തിയോടുകൂടി, ത്വം, അങ്ങ്. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. തരള മധു, ധു എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. കൃദ്വ, പിന്നൊരു ചിഹ്നം ഉണ്ടല്ലോ, അപ്പോൾ കൃത് വൃന്ദേ എന്നാണത് വായിക്കേണ്ടത്. കൃത് വൃന്ദേ, അത് ചേർത്തിട്ട് ദ്വാന്നും പിന്നെ വൃ നവള ചിഹ്നവും ചേർത്ത് എഴുതിയിരിക്കുകയാണ്. തരള മധു കൃത് വൃന്ദേ വൃന്ദാവനേഥ, ഇവിടെയും അതേപോലെ അവഗ്രഹ ചിഹ്നം ഉണ്ട്. വൃന്ദാവനേ അഥ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. മനോഹരേ പശുപ ശിശുഭി, അവിടെ വിസർഗിട്ട് ചൊല്ലുകയാണെങ്കിൽ സാകം എന്നുള്ളതിന് ഒരു സാന്ന് മതി. ചേർത്ത് ചൊല്ലുമ്പോൾ പശുപ ശിശുഭി സാകം, രണ്ട് സാന്ന് വേണം. വത്സാനുപാലന ലോലുപ, അവിടെ വിസർഗം. വത്സാനു, താസാന്ന് ചേർത്ത് എഴുതിയതാണ്. വത്സാൻ, സ, അങ്ങനെയാണ് അതിൻ്റെ ഉച്ചാരണം വരിക. വത്സാനു. ഹലധര സഖോ, ഹലധര, ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. സഖോ എന്നുള്ളതിൻ്റെ ഖാന്നും ഊന്നി പറയാനുള്ളതാണ്. വിജേരിഥ ധാരയൻ, ഹലധര സഖോ ദേവ ശ്രീമൻ വിജേരിഥ, ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ധാരയൻ എന്നുള്ളതിൻ്റെ ധാന്നും ഊന്നി പറയാനുള്ളതാണ്. ഗവലമുരളീവേത്രം നേത്രാഭിരാമ, ഭി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. തനു ദ്യുതി, ദ്യു, അത് ശ്രദ്ധിച്ചോളൂ. ദ്യു എന്നുള്ളത് ദുതി എന്നല്ല, ദ്യു എന്നാണ്. ദ്യുതി, അവിടെ വിസർഗമുണ്ട്. നേത്രാഭിരാമ തനു ദ്യുതി, അങ്ങനെ നിർത്തണം. തരള മധുകൃത് വൃന്ദേ വൃന്ദാവനേഥ മനോഹരേ പശുപശിശുഭി സാകം വത്സാനുപാലനലോലുപ ഹലധര സഖോ ദേവ ശ്രീമൻ വിജേരിഥ ധാരയൻ ഗവലമുരളീവേത്രം നേത്രാഭിരാമ തനുദ്യുതി. അടുത്തത് രണ്ടാമത്തെ ശ്ലോകം. വിഹിത ജഗതീരക്ഷം ലക്ഷ്മീകരാംബുജലാളിതം ദദതി ചരണദ്വന്ദ്വം വൃന്ദാവനേ ത്വയി പാവനേ കിമിവ നഭൗ സമ്പത്സംഭൂരിതം തരുവല്ലരീ സലിലധരണീ ഗോത്രക്ഷേത്രാധികം കമലാപദേ.
ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാന്നും അതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. വിഹിത ജഗതീരക്ഷം ലക്ഷ്മീകരാംബുജലാളിതം ദദതി ചരണദ്വന്ദ്വം വൃന്ദാവനേ ത്വയി പാവനേ കിമിവ ന ബഭൗ സമ്പത്സംപൂരിതം തരുവല്ലരീസലിലധരണീഗോത്ര ക്ഷേത്രാധികം കമലാപതേ. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. വിഹിത ജഗതീരക്ഷം ലോകരക്ഷ ചെയ്യുന്നതും ലക്ഷ്മീ കരാംബുജലാളിതം ലക്ഷ്മീ ദേവിയുടെ കരാംബുജങ്ങൾ ലാളിക്കുന്നതുമായ ദദതി പതിപ്പിച്ചപ്പോൾ ചരണദ്വന്ദ്വം കാലുകൾ രണ്ടും വൃന്ദാവനെ വൃന്ദാവനത്തിൽ ത്വയി അവിടുന്ന് പാവനെ പരിശുദ്ധമായ കിമിവ എന്തെല്ലാം സമ്പത്സംപൂരിതം സമ്പത്ത് കൊണ്ട് നിറയപ്പെട്ടതായി തരുവല്ലരി സലിലധരണീ ഗോത്രക്ഷേത്രാധികം വൃക്ഷങ്ങൾ വള്ളികൾ ജലം ഭൂമി പർവ്വതങ്ങൾ വയലുകൾ തുടങ്ങിയവയെല്ലാം ന ബഭൗ ശോഭിച്ചില്ല കമലാപദേ ലക്ഷ്മീ വല്ലഭ. നമുക്കിതിലെ അക്ഷരങ്ങൾ നോക്കാം. വിഹിത ജഗതീരക്ഷം ഷം എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ലക്ഷ്മീ കരാംബുജലാളിതം ലക്ഷ്മി എന്നുള്ളത് ഷ്മി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. കരാംബുജ ബു കരാംബു ബു എന്നുള്ളത് മൃദുവായിട്ട് പറഞ്ഞാൽ മതി. ദദതി രണ്ട് ദ എന്നാണ് ദയയിലത്തെ ദദതി. ചരണദ്വന്ദ്വം ദ്വ നവള ചിഹ്നം ശ്രദ്ധിച്ചോളൂ. ചരണദ്വന്ദ്വം വൃന്ദാവനെ ത്വയി ഇവിടെയും ത്വ നവള ചിഹ്നം. പാവനെ കിമിവ ന ബഭൗ ബ എന്നുള്ളത് ബാലൻ എന്നുള്ളതിലത്തെ ഭൗ എന്നുള്ളത് നന്നായിട്ട് ഊന്നി പറയണം. സമ്പത്ത് സമ്പൂരിതം സമ്പത്ത് സമ്പൂരിതം ചേർത്ത് ചൊല്ലുമ്പോൾ സമ്പത്ത് സമ്പൂരിതം താസാന്ന് ചേർത്തിട്ട് സ എന്നാണ് അത് ഉച്ചരിക്കേണ്ടത്. തരുവല്ലരീ സലിലധരണീ ഗോത്രക്ഷേത്രാധികം സലിലധരണി ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ക്ഷേത്രാധികം എന്നുള്ളതിൻ്റെ ക്ഷേന്നും ഊന്നി പറയാനുള്ളതാണ്. കമലാപതേ അങ്ങനെ നിർത്താം. വിഹിത ജഗതീരക്ഷം ലക്ഷ്മീകരാംബുജലാളിതം ദദതി ചരണദ്വന്ദ്വം വൃന്ദാവനേ ത്വയി പാവനേ കിമിവ ന ബഭൗ സമ്പത്സംപൂരിതം തരുവല്ലരീ സലിലധരണീ ഗോത്രക്ഷേത്രാധികം കമലാപതേ. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.